പ്രൈസ് ഗാഡ്. RBN ചാനലിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല ശ്രോതാക്കൾക്കും വേഡ് എക്സ്പ്ലോഷൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ക്രിസ്തുവേശുവിലുള്ള നല്ല വന്ദനത്തെയും സ്വാഗതത്തെ അറിയിക്കുന്നു. ഞാൻ പ്രോഫറ്റ് ജസ്റ്റിൻ ജോർജ് ഫ്രം ഗ്രേസ് ഫാമിലി ഇന്റർനാഷണൽ മിനിസ്ട്രി ഇൻ അടൂർ. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് നല്ലവനും വിശ്വസ്തനും വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമായിരിക്കുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ഈ വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വേദഭാഗം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ, ഇത് പലരാൽ എഴുതപ്പെട്ട, പല സാഹചര്യത്തിൽ പല കാലഘട്ടത്തിൽ എഴുതപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ വേദ പുസ്തകമാണ്. ഇതുപോലെ ഇതിന് സമാനമായ ഒരു ഗ്രന്ഥം ഇന്ന് വരെയും ഭൂമിയിലില്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പഴയ നിയമത്തിലെ ഭക്തനായിരിക്കുന്ന മോശ എഴുതി തുടങ്ങുന്ന ഈ വേദഭാഗം വെളിപ്പാട് പുസ്തകത്തിൽ ആമേൻ എന്ന് എഴുതി നിർത്തുന്ന യോഹന്നാൻ, ഏകദേശം മോശയും യോഹന്നാനും തമ്മിൽ 1500 വർഷങ്ങളുടെ അന്തരമുണ്ട്. എഴുതി തുടങ്ങുന്ന മോശയും എഴുതി നിർത്തുന്ന യോഹന്നാനും തമ്മിൽ നേരിൽ കണ്ടിട്ട് പോലുമില്ല. ഇതിനിടയിൽ തന്നെ മരുഭൂമിയിൽ, ഗുഹയ്ക്കുള്ളിൽ, ജയിലിനകത്ത്, കൊട്ടാരത്തിൽ, ഇങ്ങനെ പല സാഹചര്യത്തിൽ, പല കാലഘട്ടത്തിൽ, പല ഇടങ്ങളിലിരുന്ന പലരാൽ എഴുതപ്പെട്ട വചനം ഒരുവൻ വായിച്ചാൽ ഒരു മാലയിൽ മുത്തുകൊരുത്തിട്ടിരിക്കുന്നത് പോലെ ഒരാൾ എഴുതിയതുപോലെ തോന്നും. ആ ആളുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഈ വചനത്തിന്റെ ഉടമസ്ഥൻ പരിശുദ്ധാത്മാവാണ്. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിയും പരിശുദ്ധാത്മാവാണ്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാഗം, ഈ ബൈബിൾ മുഴുവനും, ഈ ബൈബിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാഗത്തേക്കാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. ഈ ബൈബിളിനെ മുഴുവനും ആകെ തുകയെ പ്രതിനിധീകരിക്കുന്ന ഒരു വാക്യം, ഏകദേശം 66ഓളം പുസ്തകങ്ങൾ അടങ്ങുന്ന ഈ വേദപുസ്തകം എന്താണ് പരാമർശിക്കുന്നത്, എന്താണ് പഠിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരൊറ്റ വേദഭാഗം, ആ വാക്യത്തിനകത്ത് ഈ ബൈബിളിന്റെ മുഴുവൻ ആകത്തുകയും അടങ്ങിയിരിക്കുന്നു. ആ വേദഭാഗത്തേക്കാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അത് പുതിയ നിയമത്തിലെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമർക്ക് എഴുതുന്ന ലേഖനമാണ്. ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. ശ്രദ്ധിക്കുക, ആ വാക്യം ഇതാണ്: ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം അധികമായി ജീവനിൽ വാഴും. വാവ്, എത്ര മനോഹരമായ ഒരു വാക്യമാണ്! ഈ ബൈബിളിന്റെ മുഴുവൻ ആകത്തുകയും ഈ വാക്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്നു. എന്താണ് ഈ ബൈബിൾ പഠിപ്പിക്കുന്നത്? എന്താണ് ഇതിന്റെ തുടക്കം? എന്താണ് ഇതിന്റെ അവസാനം? എന്തിന് യേശു ഈ ഭൂമിയിൽ വന്നു? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം? എല്ലാം ഈ വാക്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഹല്ലേലൂയ. ഏകന്റെ അനുസരണക്കേട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏകൻ എന്ന ആ പഴയ നിയമത്തിലെ മനുഷ്യൻ, അല്ലെങ്കിൽ ആദിമ പിതാവായിരിക്കുന്ന, ആദ്യ ഏകനായിരിക്കുന്ന ആള്, അത് വേറെ ആരുമല്ല, പഴയ നിയമത്തിലെ ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ മനുഷ്യനെ സൃഷ്ടിച്ച അതേ ആദാം തന്നെയാണ്. ആദാം അനുസരണക്കേട് കാണിച്ചപ്പോൾ, ആദാം ഒരു വിഷയത്തെ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞൊരു വ്യവസ്ഥയെ ലംഘിച്ചപ്പോൾ, ആ വാക്യത്തിന്റെ അതേ ഭാഗം തന്നെ ചിന്തിച്ചാൽ, ഏകന്റെ ലംഘനത്താൽ അഥവാ അനുസരണക്കേടിനാൽ, അവന്റെ ലംഘനം ഈ ഭൂമിയിൽ മരണത്തെ കൊണ്ടുവരാൻ ആ ലംഘനത്തിന് ശക്തി ഉണ്ടെങ്കിൽ, അതിനേക്കാൾ ശക്തി യേശുവിന്റെ അനുസരണത്തിന് നിങ്ങളെ ജീവനിൽ വാഴിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. 1-ാമത്തെ അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ആദ്യമിൽ ദൈവം ആകാശം സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു, ഈ ഭൂമിയിലുള്ളതൊക്കെയും സൃഷ്ടിച്ചു, ആകാശത്തിന് വേണ്ടതൊക്കെ സൃഷ്ടിച്ചു. ആ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും, പകൽ വാഴേണ്ടതിന് ദൈവം വലുപ്പമേറിയ വെളിച്ചം, രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചം. ഇച്ചിരൂടെ പറഞ്ഞാൽ, പകൽ വാഴാൻ ദൈവം സൂര്യനെയും രാത്രി വാഴാൻ ദൈവം ചന്ദ്രനെയും സൃഷ്ടിച്ചു. പകലിന്റെ മുഴുവൻ ആധിപത്യവും സൂര്യന്റെ മേലാണ്, രാത്രിയുടെ മുഴുവൻ ആധിപത്യവും ചന്ദ്രന്റെ മേലാണ്. അങ്ങനെ അവിടം തൊട്ട് കാലങ്ങളും സമയങ്ങളും ആരംഭിക്കാൻ തുടങ്ങി. കാലങ്ങളും സമയങ്ങളും ഭൂമിയെ നിയന്ത്രിക്കാൻ തുടങ്ങി. സൂര്യൻ പകലിനെ മുഴുവൻ, ആദ്യത്തെ 12 മണിക്കൂർ സൂര്യൻ ഈ ഭൂമിയുടെ മേൽ റൂളിംഗ് നടത്തും.
അതിനുശേഷമുള്ള 12 മണിക്കൂർ അഥവാ രാത്രി ചന്ദ്രൻ ഈ ഭൂമിയുടെ മേൽ കർത്തൃത്വം നടത്തും. ഇതാണ് ദൈവം വച്ചിരുന്ന സിസ്റ്റം. സമുദ്രത്തെ വാഴാൻ മത്സ്യങ്ങൾ, ആകാശത്തെ വാഴാൻ പറവകൾ, കാടിനെ വാഴാൻ കാട്ടുമൃഗങ്ങൾ, ഇങ്ങനെ ദൈവം ഓരോന്നിൻ്റെ മേൽ ഓരോ റൂളിംഗ് ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ അവസാന ദിവസം ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഈ പൊടിയിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ദൈവം മനുഷ്യനോട് പറഞ്ഞ ഒരൊറ്റ ദൂത്, 1000 ദൂത് ദൈവം പറഞ്ഞിട്ടില്ല, 1000 കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം ഒരൊറ്റ ദൂതേ മനുഷ്യനോട് പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യനോട് പറഞ്ഞ ദൂത്, ഞാൻ പകൽ വാഴാൻ സൂര്യനെയും രാത്രി വാഴാൻ ചന്ദ്രനെയും സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ പ്രത്യേകത, നിനക്കൊരു പ്രത്യേകതയുണ്ട്. നീ സമുദ്രത്തിലെ മത്സ്യത്തെയും ആകാശത്തിലെ പറവകളെയും ഈ കാണുന്ന സകല ഭൂചര ജന്തുക്കളെയും സകലത്തെയും അടക്കി വാഴുക എന്നൊരൊറ്റ ഭാഗം മാത്രമേ ആദാമിന്റെ മേൽ ദൈവം വെച്ച ദൈവിക വാക്തത്വമുള്ളൂ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആ വാഴ്ച ഒരനുസരണക്കേട് നിമിത്തം വീഴ്ചയായിപ്പോയി. അവരെ ഏദനിൽ നിന്ന് പുറത്താക്കി വാണുകൊണ്ടിരുന്ന, സകലത്തെയും അടക്കി വാഴ്ച നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ വീണുപോയി. വീണ കാരണത്താൽ അവന്റെ അതോറിറ്റി, അവന്റെ അധികാരം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആ വാഴ്ചയിൽ നിന്ന് വീഴ്ചയായ മനുഷ്യന്റെ മേൽ പിന്നെ ദൈവം വെക്കുന്ന വാക്തത്വങ്ങളാണ് പിന്നെ താഴോട്ട് കാണുന്നത്. അബ്രാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ, നിന്റെ ആടുമാടുകളെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ അനുഗ്രഹിക്കും, നിന്റെ വീടിനെ അനുഗ്രഹിക്കും, നീ അകത്ത് വരുമ്പോഴും അനുഗ്രഹമായിരിക്കും, പുറത്തു പോകുമ്പോഴും അനുഗ്രഹമായിരിക്കും. അതറിയാവുന്ന ആ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ അനുഗ്രഹങ്ങളെല്ലാം വീണുപോയ ഒരു മനുഷ്യനെ നോക്കി ദൈവം കൊടുത്ത വാക്തത്വങ്ങളാണ്. അല്ലെങ്കിൽ വീണുപോയ, ശാപത്തിന് കീഴെ, പാപത്തിന് കീഴെ വീണുപോയ മനുഷ്യന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വാക്തത്വങ്ങളാണ്. ഇതിന് മുകളിൽ ഒരൊറ്റ ഏരിയ ഉള്ളൂ, ഇതിന് മുകളിൽ ഒരു ഒറ്റ പൊസിഷനേ ഉള്ളൂ. ആ പൊസിഷൻ വാഴുക എന്നുള്ള ഒറ്റ പൊസിഷനാണ്. അനുഗ്രഹങ്ങളെല്ലാം ഒരു കൂമ്പാരം പോലെ കൂട്ടിയിട്ടാൽ, അല്ലെങ്കിൽ ഒരു കുന്നുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ, അതിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ് ഏരിയ ആണ് ഇതിൻ്റെ മേൽ വാഴുക എന്നുള്ളത്. ഹല്ലേലൂയ. മനുഷ്യൻ വാണയിടത്തു നിന്ന് വീണുപോയി. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. റോമാലേഖനത്തിൽ പറയുന്നു, വീണുപോയ മനുഷ്യനെ തിരിച്ച്, വീഴ്ച സംഭവിച്ച മനുഷ്യനെ തിരിച്ച് അതേ വാഴ്ചയിൽ റീസെറ്റ് ചെയ്യുക. കർത്താവിന്റെ ഉദ്ദേശം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദാം അനുസരണക്കേട് കാണിച്ചു, മനുഷ്യരാശി മുഴുവനും വീണുപോയി, വീഴ്ച സംഭവിച്ചു, അല്ലെങ്കിൽ അവരുടെ മീതെ മരണം വാഴാൻ തുടങ്ങി. യേശു അനുസരണമുള്ളവനായി തീർന്നു. അതിൻ്റെ റിസൾട്ട് നമ്മളെ വീണ്ടും തിരിച്ച് അതേ വാഴ്ചയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നു. റോമാലേഖനം ആ ഭാഗം നമ്മൾ വായിച്ച ഭാഗം ഇങ്ങനെയാണ്, ഏകന്റെ ലംഘനത്താൽ ആ ഏകൻ നിമിത്തം മരണം വാണു എങ്കിൽ യേശുക്രിസ്തു എന്ന അടുത്ത ഏകൻ നിമിത്തം, യേശുക്രിസ്തുവിന്റെ അനുസരണ നിമിത്തം നമ്മൾ ജീവനിൽ അധികമായി വാഴും. നിങ്ങളെ നോക്കി, ഇപ്പോൾ ഞങ്ങൾ ഈ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം നല്ല ശ്രോതാക്കളെ നോക്കി കർത്താവ് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ മേലും ഒരു വാഴ്ചയുടെ സീസൺ ദൈവം വെക്കാൻ പോകുകയാണ്. ഏതൊക്കെ ഏരിയയിൽ നിങ്ങൾ കീഴ്പ്പെട്ടോ, രോഗത്തിന് കീഴ്പ്പെട്ടവർ, ശാപത്തിന് കീഴ്പ്പെട്ടവർ, അസമാധാനത്തിന് കീഴ്പ്പെട്ടവർ, ദാരിദ്ര്യത്തിന് കീഴ്പ്പെട്ടവർ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ കാതിൽ പറഞ്ഞു, ചിലരുടെ മേൽ അവന്റെ റൂളിംഗ് ആരംഭിക്കാൻ പോകുകയാണ്. കർത്താവിന്റെ കൈ നിങ്ങളെ താങ്ങുന്നു. തിരിച്ച് നിങ്ങളെ ജീവനിൽ അധികമായി വാഴിക്കേണ്ടതിന് നിങ്ങളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഇത് നിങ്ങളുടെ സീസണാണ്, ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ലൈഫിന്റെ മേൽ ഭയങ്കര ചേഞ്ചിങ് വരാൻ പോകുകയാണ്. ഒരു മിനിറ്റ് ഈ വചനത്തെ ഒന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും നിങ്ങളുടെ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ടും ഒരുമിച്ച് ഇതിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. വീണ്ടും വീണ്ടും കർത്താവിന്റെ കാതിൽ പറയുന്നു, ചിലർ ജീവനിൽ അധികമായി വാഴാൻ പോകുകയാണ്. നിങ്ങളുടെ പ്രായം തീരുമാനിക്കുന്നത്, നിങ്ങളുടെ മരണം തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്രായമല്ല. നിങ്ങളുടെ മരണം തീരുമാനിക്കുന്നത് മെഡിക്കൽ റിപ്പോർട്ടുകളല്ല. നിങ്ങളുടെ മരണം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യമല്ല, നിങ്ങളുടെ പ്രായമല്ല, നിങ്ങളുടെ ശരീരമല്ല. നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ബൈബിൾ പറഞ്ഞു, ജീവന്റെയും മരണത്തിന്റെയും അധികാരം ഇരിക്കുന്നത് എൻ്റെ നാവിൻ തുമ്പിലാണ്. ഞാൻ പറയുന്നത് വരെ എൻ്റെ ലൈഫ്, എൻ്റെ ആരോഗ്യം, എൻ്റെ ആയുസ് ആർക്കും തൊടാൻ ദൈവം അധികാരം തന്നിട്ടില്ല. നിങ്ങളുടെ നാവിൻ തുമ്പിലാണ് നിങ്ങളുടെ അധികാരം ഇരിക്കുന്നത്. നിങ്ങൾ കൽപ്പിക്കുന്നതാണ് സംഭവിക്കുന്നത്. അഭിഷേകമുള്ള നിങ്ങളുടെ നാവ്, നിങ്ങൾ എന്ത് കൽപ്പിക്കുന്നോ അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളെക്കുറിച്ച് ദൂതന്മാരുടെ ഒരു ചിത്രം വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ കാണുന്ന ഒരു ചിത്രം, സ്വർഗത്തിലൊരു ചിത്രം. ദൂതന്മാരുടെ ഇടയിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ട്
വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം 9-10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. ദൂതന്മാർ നിന്നുകൊണ്ട് യേശുവിനെ നോക്കി പാടുകയാണ്, കർത്താവേ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട്. അപ്പം യേശുവിനെ കുറിച്ച് പാടിയതിനു ശേഷം യേശു ചെയ്ത ഒരു പ്രവൃത്തിയുടെ റിസൾട്ടിനെ കുറിച്ച് അവർ പാടുകയാണ്. ആ പാട്ടിങ്ങനെയാണ്, നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു ചെറിയ ലൊക്കാലിറ്റിയിലല്ല, ഏതെങ്കിലും ഒരു ചെറിയ രാജ്യത്തിലല്ല, ഏതെങ്കിലും ഒരു ഭാഷയ്ക്കകത്ത് ഒതുങ്ങുന്നതല്ല. ഈ ഭൂമിയിലെ സകല വംശത്തിൽ നിന്നും, സകല ജാതിയിൽ, സകല ഗോത്രത്തിൽ, എല്ലാ രാജ്യത്തിൽ നിന്നും യേശുവിൻ്റെ രക്തം കൊണ്ട് ഒരു കൂട്ടത്തെ വിലയ്ക്ക് വാങ്ങി. ആ കൂട്ടത്തെ നോക്കിക്കൊണ്ട് ദൂതന്മാർ പാടുന്ന പാട്ടിതാണ്, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അടുത്ത പാട്ടിങ്ങനെയാണ്, അടുത്ത പാട്ടിന്റെ ലിറിക്സ് ഇങ്ങനെയാണ്, അവർ ഭൂമിയിൽ വാഴുന്നു എന്ന ഒരു പുതിയ പാട്ട് സ്വർഗത്തിൽ പാടി. വാവ്, എത്ര മനോഹരമായ ഒരു പാട്ട്. നമ്മളെ നോക്കി ദൂതന്മാരുടെ പാട്ട് ഇതാണ്. അയ്യോ, കഷ്ടത്തിൽ കിടക്കുന്നു, ദാരിദ്ര്യത്തിൽ കിടക്കുന്നു, രോഗത്തിൽ കിടക്കുന്നു, എല്ലാം തകർച്ചയിൽ കിടക്കുന്നു, എല്ലാ വാതിലും അടഞ്ഞെന്നല്ല. ആ പാട്ടിങ്ങനെയാണ്, നിങ്ങൾ ഭൂമിയിൽ വാഴുന്നു, നിങ്ങൾ ഭൂമിയിൽ വാഴുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഒറ്റ ഉദ്ദേശം എല്ലാത്തിൻ്റെ മീതെ വാഴുക. ആ വാഴ്ച വീഴ്ചയായപ്പോൾ തിരിച്ച വീഴ്ചയെ വാഴ്ചയാക്കേണ്ടതിനാണ് യേശു കന്യകയുടെ വയറ്റിൽ ഭൂജാതനായി ഭൂമിയിൽ പിറന്നത്. അവന്റെ മരണത്തിൽ സകലത്തെയും തിരിച്ചു പിടിച്ചു. ഈ ഭൂമിയിൽ നടക്കേണ്ട എല്ലാത്തിൻ്റെ മീതെയും ദൈവത്തിന്റെ റെസ്റ്റോറേഷൻ നടന്നു. നിങ്ങളെ തിരിച്ചവൻ ജീവനിൽ വാഴിക്കേണ്ടതിന് അവന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. വെളിപ്പാട് പുസ്തകത്തിൽ ഇതിന്റെ റിസൾട്ടിൽ പറയുന്നു, ദൂതന്മാർ നമ്മളെ നോക്കി പാടുന്നു, ഈ ഭൂമിയിൽ അവർ ദൈവത്തിന്റെ രക്തത്തിൽ വാഴുന്നു, വാഴുന്നു, വാഴുന്നു. 2019 ചിലരുടെ ലൈഫിൽ വാഴ്ചയുടെ വർഷമായിരിക്കും. ഒരു മിനിറ്റ് നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ആയിരിക്കുന്ന ഏരിയയിൽ ഒരു മിനിറ്റ് കണ്ണുകൾ അടയ്ക്കുക. ഞാൻ നിങ്ങൾക്കായി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ ചാനലിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല ശ്രോതാക്കൾക്കും ഞങ്ങളവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരായിരിക്കുന്ന ഏരിയയിൽ കർത്താവിൻ്റെ കൈ അത്ഭുതമായി ചലിക്കട്ടെ. ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്തോ അത് അതുപോലെ ഞങ്ങൾ ഇവരുടെ മേൽ വെക്കുന്നു. ഇവർ ഭൂമിയിൽ വാഴട്ടെ. ഇവർ ആയിരിക്കുന്ന ഏരിയയിൽ ഇവരുടെ റൂളിംഗ് ആരംഭിക്കട്ടെ കർത്താവെ. ഒത്തിരി ഏരിയയിൽ ഇവർ കീഴ്പ്പെട്ട് നിൽക്കുകയാണ്. രോഗത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്നവർ, ശാപത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്നവർ, എല്ലാത്തിൻ്റെ മീതെ ഇവരുടെ കാൽ വെച്ച് ഇവർ ഉയരങ്ങളെ കീഴടക്കി കയറി വരട്ടെ. ഞാൻ യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ വാഴ്ചയുടെ അധികാരത്തെ ഈ ജനത്തിൻ്റെ മേൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി രോഗികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. നിന്റെ ശരീരത്തിൽ അടിക്കുന്ന രോഗത്തിൻ്റെ മേൽ നിന്റെ നാവിന് ശക്തിയുണ്ട്. വായുകളെ തുറന്ന് കൽപ്പിക്കുക. യാചനയുടെ സ്വരം ഇന്നു തൊട്ട് നിൽക്കട്ടെ. കൽപ്പിക്കുന്നവരാകട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ, തീരാവ്യാധികൾ ഇപ്പോൾ തന്നെ ചില ശരീരങ്ങളെ വിട്ടു മാറട്ടെ. കർത്താവിനെ കാണിക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞ്, ഏകദേശം 10-12 വയസ്സോളം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ 2 കിഡ്നിയും ഫെയിലായിട്ട് ഒരാളിപ്പോൾ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കുടുംബം വളരെ ഭാരത്തോടെ കർത്താവിൻ്റെ കാതിൽ പറഞ്ഞു, അവൻ്റെ മേൽ കർത്താവിൻ്റെ സൗഖ്യം വരാൻ പോകുകയാണ്. പുതിയ കിഡ്നികൾ ദൈവം സൃഷ്ടിക്കാൻ പോകുകയാണ്. അത്ഭുതത്തെ ഞങ്ങൾ റിലീസാകുന്നു. വാതിലുകൾ അടഞ്ഞവർ, ജോലികൾ നഷ്ടപ്പെട്ടവർ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾക്കായി പുതിയ വഴികൾ ദൈവം തുറക്കാൻ പോകുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യ പ്രവൃത്തികളാലും യേശു തൻ്റെ നാമത്തെ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പിക്കാൻ പോകുന്നു. ഞാൻ യേശുവിൻ നാമത്തിൽ കൂട്ടത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പുതിയ വഴികൾ ഒരുങ്ങി വരട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരട്ടെ. വലിയ മേൽത്തരമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ആകാശത്തിലെ മഞ്ഞും ഭൂമിയിലെ വിളവും കൊണ്ട് ഇവർ പുഷ്ടിപ്പെടട്ടെ. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നിരിക്കട്ടെ. എല്ലാത്തിൻ്റെ മീതെ വാഴുന്നവരായിരിക്കട്ടെ. ഞാൻ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ചാനലിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ നല്ല ശ്രോതാക്കൾക്കും ക്രിസ്തുവേശുവിലുള്ള നല്ല വന്ദനത്തെയും നന്ദി അറിയിക്കുന്നു. റാപ്ചർ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് എന്ന നിങ്ങൾ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. 2019 ദ ഇയർ ഓഫ് കിങ്ഷിപ്പ്. ഇത് നിങ്ങളുടെ വാഴ്ചയുടെ വർഷമായിരിക്കും.
ഇപ്പോൾ തന്നെ ഞങ്ങളെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കർത്താവ് നിങ്ങൾക്കായി വലിയ കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു. Rapture Broadcasting Network, RBN. ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് ശ്രീജിത്ത്. എൻ്റെ സ്വദേശം കേരളത്തിൽ കായംകുളം എന്ന് പറയുന്ന പട്ടണത്തിലാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ RBN എന്ന് പറയുന്ന ദൈവരാജ്യത്തിനു വേണ്ടി കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചാനലിനെ കുറിച്ച് ഒരു വാക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. ഇത് ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവനായിക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ തകർന്നു കിടക്കുന്നവരൊക്കെ യേശുവിനെ കണ്ടുമുട്ടാനും യേശുവിൻ്റെ സാക്ഷിയായി മാറാനും അവർ വിടുവിക്കപ്പെടാനും ഈ ചാനലിനെ സ്വർഗത്തിലെ ദൈവം ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിശ്ചയമായും ഈ ചാനൽ കാണണം. നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഇത് എത്തിക്കണം. ഒരുപാട് അപ്പോസ്തലന്മാർ, ദൈവപുരുഷന്മാരൊക്കെ ഇവിടെ വിലപ്പെട്ട സാക്ഷ്യങ്ങളും നിങ്ങൾക്കുള്ള പ്രാർത്ഥനകളുമൊക്കെ ഈ ചാനലുകളിലൂടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പരമാവധി ഇത് ഉപയോഗിക്കണം. മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിത് വലിയ അനുഗ്രഹമായിരിക്കും. ഇതിലേക്ക് എല്ലാവരെയും ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Rapture Broadcasting Network, RBN. So, stay tuned on RBN.